ഇടുക്കി വാഗമണ്ണിൽ 55 ഏക്കർ സർക്കാർ ഭൂമി കയ്യേറിയ റാണിമുടി എസ്റ്റേറ്റ് ഉടമയുടെ തട്ടിപ്പിൽ കുടുങ്ങിപ്പോയത് 100-ലധികം റിസോർട്ടുകാർ. റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ കയ്യേറ്റക്കാർ തരപ്പെടുത്തിയ പട്ടയങ്ങൾ അസലെന്ന് വിശ്വസിച്ചാണ് ഇവരെല്ലാം ഭൂമി വാങ്ങിയത്. കയ്യേറ്റം ഒഴിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം നടപടി തുടങ്ങിയതോടെ ഭൂമി വാങ്ങാനും റിസോർട്ട് പണിയാനും ഇവർ മുടക്കിയ കോടികൾ വെള്ളത്തിലായ അവസ്ഥയിലാണ്. ഭൂമി വാങ്ങുന്നവന് ഒരു എറണാകുളത്ത് റിട്ടയർ രജിസ്ട്രാളുടെ അടുത്ത് ലീഗൽ അഡ്വൈസ് എടുത്തു, എല്ലാ ഡോക്യുമെന്റ്സും കാണിച്ച് അവരിത് പെർഫെക്റ്റാന്ന് പറഞ്ഞു. അത് കണ്ടാണ് ഞങ്ങൾ ഈ ഭൂമി മേടിച്ചത്. ഇപ്പം ഞങ്ങൾ ചെറിയ റിസോർട്ട് നടത്തി ചെറിയൊരു പൈസ വരുമാനത്തിന് വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട പൈസ ഇട്ടാണ് ഇത് ചെയ്തത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറ്റിക്കപ്പെട്ടവരാണ് ഇപ്പോൾ കേട്ട സ്ഥിതിക്ക്. ഇപ്പറഞ്ഞതുപോലെ ഒരാൾക്കും സംശയം തോന്നാത്ത പട്ടയമടക്കമുള്ള രേഖകളാണ് റാണിമുടി എസ്റ്റേറ്റ് ഉടമ ജോളി സ്റ്റീഫനായി അന്നത്തെ റവന്യൂ ഉദ്യോഗസ്ഥർ ഉണ്ടാക്കി നൽകിയത്. പട്ടയ ഉടമകളിൽ പലരും സാങ്കല്പിക ആളുകളെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. അതായത് വാഗമണ്ണിൽ കയ്യേറ്റക്കാരനായി റവന്യൂ ഉദ്യോഗസ്ഥർ നടത്തിയത് വലിയ തിരിമറി. കയ്യേറിയ ഭൂമി ജോളി സ്റ്റീഫൻ പ്ലോട്ടുകളാക്കി മുറിച്ചു വിറ്റിരുന്നു. സർക്കാർ ഭൂമി എന്നറിയാതെയാണ് മിക്കവരും സ്ഥലം വാങ്ങിയതും റിസോർട്ട് പണിതതും. നമ്മുടെയൊക്കെ ഒരു നല്ലൊരു സമ്പാദ്യം തന്നെ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോരാത്തിന് പീരുമേട് കാർഷിക വികസന ബാങ്കിൽ നിന്ന് ലോൺ ഉണ്ട്. ആ ലോൺ റിന്യൂ ചെയ്ത് തരണമെങ്കിൽ കരമടയ്ക്കണം. വില്ലേജിലോട്ട് കരമടയ്ക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് തീവ്രവാദിയൊക്കെയാണ് നമ്മളെ കാണുന്നത്. എല്ലാ പേപ്പറുകളും എല്ലാ ജോലിക്കാരുടെയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും അവരെ പ്രതിയാക്കി കേസെടുക്കണം. കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടികളുടെ അന്തിമഘട്ടത്തിലാണ് ജില്ലാ ഭരണകൂടം. ഇപ്പോൾ ഭൂമി കൈവശം വെച്ചിരിക്കുന്നവരുടെ ഹിയറിംഗ് നടക്കുകയാണ്. ഇത് പൂർത്തിയായ ഉടനെ പട്ടയം റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് വിവരം. ഇടുക്കിയിൽ നിന്ന് സുജിത് വയലാറിനൊപ്പം അനിൽ വാസുദേവ്, ഏഷ്യാനെറ്റ് ന്യൂസ്.